സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദം UDF സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണെന്ന് പറയാതിരിക്കാനാകില്ല. കാരണം അധികാരത്തിലേറി വെറും 2 മാസം പിന്നിടുമ്പോൾ ഒരു പിടി വിവാദങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. വിവാദങ്ങൾ വിട്ടൊഴിയാത്ത സർക്കാരായി മാറുകയാണോ എന്ന സംശയം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആരാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭരണ നേട്ടങ്ങൾ പോലും മുങ്ങിപ്പോകും. ഇനി സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഒന്ന് നോക്കാം. ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഈ മാസം 6 ഇറക്കിയ ഉത്തരവാണ് അതിന് കാരണം. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹർ ഘർ തിരങ്ക ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഉത്തരവ് പുറത്തു വന്നതോടെ വിവാദം കത്തി. രാജ്യത്തിന്റെ മതേതരത്വത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി വന്ദേ മാതരം മുഴുവനായി പാടുന്നതിനെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് എതിർക്കുമ്പോഴാണ് അവർ തന്നെ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരമൊരു ഉത്തരവിറങ്ങിയത്. VD സതീശന് സംഘപരിവാർ ബന്ധം ചാർത്തിക്കൊടുക്കാൻ കാത്തിരിക്കുന്ന CPM-ന് കിട്ടിയ അടുത്ത ആയുധമായി ഇത് മാറി. പ്രതിപക്ഷ നേതാവ് പിണറായി ഉൾപ്പെടെ സഖാക്കളെല്ലാം കടുത്ത ആരോപണങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന സർക്കാരായി UDF മാറിയെന്ന എതിരാളികൾ ആഞ്ഞടിച്ചു. ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ VD സവർക്കറെ പ്രകീർത്തിക്കുന്ന ചോദ്യം ഉൾപ്പെട്ടതും ഈ ആരോപണത്തിന് വീര്യമേറ്റി. വന്ദേ മാതരം മുഴുവനും പാടണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീന്റെ പ്രതികരണവും അത് ലോക്സഭ തള്ളിക്കളഞ്ഞതും വിവാദത്തിന് പുതിയ മാനം നൽകി. എന്നാൽ ഇപ്പോൾ വന്ദേ മാതരം മുഴുവനും പാടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിലവിലുള്ളതുപോലെ സർക്കാരിന്റെ ഏതു പരിപാടിയിലും വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡിക മാത്രമേ പാടുകയുള്ളൂവെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറി സാധാരണയായി സർക്കുലറായി ഇറക്കുന്നതെന്നും കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട്. കേന്ദ്ര നിർദ്ദേശം അതേപടി താഴോട്ട് കൈമാറിക്കൊണ്ടുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവെന്നാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിന്റെയും വിശദീകരണം. അതേസമയം ജില്ലകളിലെ സ്വാതന്ത്ര്യദിനാഘോഷം എങ്ങനെ നടത്തണമെന്ന് നിർദ്ദേശിച്ച് ഈ മാസം 4-ന് പ്രോട്ടോകോൾ വിഭാഗം ഇറക്കിയ സർക്കുലറിൽ വന്ദേ മാതരത്തെക്കുറിച്ച് പറയുന്നില്ല. ഇതിൽ ദേശീയ ഗാനത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. രാഷ്ട്രപതി, ഗവർണർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനു പിന്നാലെ നടന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരം വന്ദേ മാതരം മുഴുവനും പാടിയത് ഇതുപോലെ വിവാദമായി മാറി. അത് സംബന്ധിച്ച വിവരം തങ്ങൾക്കുണ്ടായിരുന്നില്ലെന്നാണ് അന്ന് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. പിന്നാലെ നിയമസഭയിലെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പക്ഷേ വന്ദേ മാതരം ആദ്യ 2 ഖണ്ഡിക മാത്രമാണ് പാടിയത്. ഇതിൽ ലോക്ഭവനും സർക്കാരും ഏറ്റുമുട്ടുകയും ചെയ്തു. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇറക്കിയ സർക്കുലർ സർക്കാർ അറിയാതെയാണോ അതോ ഇതാരും പരിശോധിക്കുന്നില്ലേ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. സർക്കുലർ ഇറങ്ങി ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ അതിൽ നടപടി സ്വീകരിക്കുന്നതിനും സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വിവാദം ആളിക്കത്തുന്നതുവരെ കാത്തുനിൽക്കുന്ന സമീപനമാണ് സതീശൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ വന്ദേ മാതര വിവാദത്തിന് താൽക്കാലിക ശമനമായിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു വിവാദമായി ഇത് മാറിക്കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. അതിനാൽ സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു ഉറച്ച നിലപാട് എത്രയും വേഗം സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തുടർക്കഥയായി മാറും. അതിപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. കാരണം അതെ, ചീഫ് സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സെൻട്രലിൻ്റെ ചില കാര്യങ്ങളും നടപ്പാക്കാനുള്ളൊരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കേരളം അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ആ സിസ്റ്റവുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും ഞങ്ങളുടെ പഴയ പ്രോട്ടോകോൾ തന്നെയാണ് ഞങ്ങൾ പാലിക്കുക. 2 ഖണ്ഡിക മാത്രമേ പാടൂ. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഗവർണറുടെ സാന്നിധ്യത്തിലാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയായിരുന്നല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ പങ്കെടുക്കുന്നതിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രോട്ടോകോളാണ് പാലിക്കുന്നത്. പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയിലും കേന്ദ്രത്തിൻ്റെ പ്രോട്ടോകോളല്ല, ഞങ്ങളുടെ പ്രോട്ടോകോളാണ് ഞങ്ങൾ പാലിക്കുന്നത്.